ഇത് DC 36 വോൾട്ട് കണ്ടോ, 35.9 വോൾട്ട് കണ്ടല്ലോ, നല്ലപോലെ ക്ലിയർ ആയിട്ട് കാണത്തില്ലേ? 35.9 വോൾട്ടാണ് അവിടെ വരുന്നത്. പിന്നെ 12 വോൾട്ടും കൂടെ നമുക്ക് നോക്കിയേക്കാം. 12 വോൾട്ട് വേണ്ട, 12.56 വോൾട്ടും ഉണ്ട്, 36 വോൾട്ടും ഉണ്ട്, 35.9 വോൾട്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും വേണം ചെയ്യാം. അപ്പോൾ ഇതാണ് പവർ സപ്ലൈ. AS21 വേണ്ട പവർ സപ്ലൈ ഇതാണ്. പിന്നെ നമുക്ക് TV21 24 വോൾട്ട് 8 ആമ്പർ പവർ സപ്ലൈ ആണ്. ഈ പവർ സപ്ലൈ നമുക്ക് TV21 വേണ്ടി വെക്കാം. വേറെയും 1-2 പവർ സപ്ലൈകളുണ്ട്, അത് സൗകര്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും SMPS പവർ സപ്ലൈ തന്നെ ഇതിന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ DC കറക്റ്റ് DC ആയിട്ടുള്ള DC ആയിട്ടെന്ന് പറഞ്ഞാൽ വണ്ടിയാൽ കൊടുക്കുക. വണ്ടിയാൽ കൊടുക്കുന്ന DC ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരിക്കലും ട്രാൻസ്ഫോമറിന് ഒരു ഒറിജിനൽ DC കിട്ടത്തില്ല. ട്രാൻസ്ഫോമറിനകത്ത് ഹമ്മിങ് ഉണ്ടാവും. കാരണം അത് 2 ഇൻഡക്ഷൻ വെച്ച് ഇങ്ങനെ എടുക്കുന്ന സപ്ലൈ ആണ്. അതിന് മൂളിച്ച വരും. അതിന് നല്ല ഫിൽറ്ററും നല്ല ഡയോഡും ഇട്ട് കൊടുത്തില്ലെങ്കിൽ മൂളേണ്ടി വരും. വേണ്ടെന്നേ, അത് കൊടുത്തോണം, അവനെ അനുഭവിച്ചോണെന്നാണ് പറഞ്ഞത്. ഹലോ, പറയൂ. ഇത് അയക്കുവാണേ, ഇത് അയച്ചു, അത്ര മതി.